ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ട്രിൻ ഓഫ് റെസ് സബ്ജുഡൈസ് അണ്ടർ സെക്ഷൻ 10 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 10 ഓഫ് ദ CPCയുടെ അണ്ടറിലാണ് റെസ് സബ്ജുഡൈസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു സ്യൂട്ടിന്റെ ട്രയൽ പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് വേറെ ഒരു കോടതിക്കും ആ പെൻഡിങ് ആയിരിക്കുന്ന ആ സെയിം സ്യൂട്ടിന്റെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഈ സിറ്റുവേഷനിൽ പാർട്ടീസ് സെയിം ആയിരിക്കും, അതുപോലെ തന്നെ അവർ ക്ലെയിം ചെയ്യുന്ന ടൈറ്റിൽ സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സബ്ജക്ട് മാറ്ററും സെയിം ആയിരിക്കും. സോ അങ്ങനെ ട്രയൽ പെൻഡിങ് ആയിരിക്കുന്ന ഒരു സ്യൂട്ടിന്റെ പ്രൊസീഡിങ്സ് വേറൊരു കോടതിക്ക് പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചിലപ്പോൾ ഈ പെൻഡിങ് എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഈ സ്യൂട്ട് പെൻഡിങ് ആയിരിക്കുന്നത് ചിലപ്പോൾ സെയിം കോടതിയിൽ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും ഡിഫറെന്റ് കോർട്ടിലായിരിക്കാം, അതല്ലെങ്കിൽ ബിയോണ്ട് ഇന്ത്യൻ ലിമിറ്റ്സ് ബട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അവർ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഇന്ത്യൻ ലിമിറ്റ്സിന്റെ ബിയോണ്ട് ആയിരിക്കാം, പക്ഷെ ആ കോടതി ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോർട്ടിന്റെ മുൻപിലും ആയിരിക്കാം ഇത് പെൻഡിങ് ആയിരിക്കുന്നത്. ഏത് കോടതിക്ക് മുൻപിലോ ആയിക്കോട്ടെ, പെൻഡിങ് ആയിരിക്കുന്ന ഒരു സ്യൂട്ടിന്റെ പ്രൊസീഡിങ്സുമായിട്ട് വേറൊരു കോടതിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഈ സെക്ഷൻ 10ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 10ന്റെ അണ്ടറിൽ ഒരു എക്സ്പ്ലനേഷനും കൂടിയും കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഫോറിൻ കോർട്ടിന്റെ മുൻപാകെയാണ് ഈ സ്യൂട്ട് പെൻഡിങ് ആയിട്ട് ഉള്ളതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ കോർട്സിന് ആ സെയിം കോസിന്റെ മുകളിലുള്ള ഹിയറിങ് കൊടുക്കാവുന്നതാണ്, അതായത് ഹിയർ ചെയ്യാവുന്നതാണ്. ഫോറിൻ കോർട്ടിന്റെ മുൻപാകെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്യൂട്ട് പെൻഡിങ് ആയിരിക്കുന്നതെങ്കിൽ ഇന്ത്യൻ കോർട്ടിന് ഹിയർ ചെയ്യാവുന്നതാണ്. സോ സെക്ഷൻ 10ന്റെ അണ്ടറിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സ്യൂട്ടിന്റെ ട്രയൽ പെൻഡിങ് ആയിരിക്കെ ആ സെയിം സ്യൂട്ടിന്റെ പ്രൊസീഡിങ്സുമായിട്ട് വേറൊരു കോർട്ടിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ പെൻഡിങ് ആയിരിക്കുന്നത് ചിലപ്പോൾ സെയിം കോടതിയിലായിരിക്കാം, അതല്ലെങ്കിൽ ഡിഫറെന്റ് കോർട്സിലായിരിക്കാം, അതല്ലെങ്കിൽ കോർട്സ് ദാറ്റ് ഈസ് ബിയോണ്ട് അവർ ഇന്ത്യൻ ബോർഡർ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോർട്ടിന്റെ മുൻപിലും ആയിരിക്കാം. ഈ റെസ് സബ്ജുഡൈസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ ആൻഡ് ബി ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് ആയിരുന്നു. ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ബിക്ക് സപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. എ അതിൽ നിന്ന് ഫെയിൽ ആവുകയാണ്. സോ അങ്ങനെ വന്ന സമയത്ത് ഈ ബി പറഞ്ഞ വ്യക്തി ഒരു കോമ്പീറ്റന്റ് കോർട്ടിന് മുൻപാകെ ഈ എക്കെതിരായിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുകയാണ്. ആ സ്യൂട്ട് പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ബി വേറൊരു കോടതിക്ക് മുൻപാകെ ഈ സെയിം മാറ്ററിന്റെ മുകളിൽ തന്നെ വേറൊരു സ്യൂട്ടും ഫയൽ ചെയ്യുകയാണ്. സോ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ സെക്ഷൻ 10 ഓഫ് CPC പ്രകാരം ഈ കോമ്പീറ്റന്റ് കോർട്ടിന് ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ള അനദർ കോർട്ടിന്റെ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്ത് വെക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മാറ്ററിൻ ഇഷ്യൂവും പാർട്ടീസും ഒക്കെ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ കോമ്പീറ്റന്റ് കോർട്ടിന് അനദർ കോർട്ടിന്റെ സ്യൂട്ട് സ്റ്റേ ചെയ്ത് വെക്കാനുള്ള അധികാരമുണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് സെക്ഷൻ 10 ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് there should be 2 suits. അവിടെ 2 suits ഉണ്ടായിരിക്കണം. അതായത് ഒന്ന് previously instituted സ്യൂട്ടും അതുപോലെ തന്നെ ഒന്ന് subsequently instituted സ്യൂട്ടും. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഈ 2 സ്യൂട്ട്സിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസ് സെയിം ആയിരിക്കണം, അതല്ലെങ്കിൽ ഈ സെയിം പാർട്ടീസിന്റെ സക്സസേഴ്സ് ആയിരിക്കണം ഈ 2 സ്യൂട്ട്സിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സ്യൂട്ടിലും അതുപോലെ തന്നെ സബ്സിക്വന്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സ്യൂട്ട്സിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതായത് മാറ്റർ ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി സെയിം ആയിരിക്കണം എന്നാണ് മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാലാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 സ്യൂട്ട്സും കോടതിക്ക് മുൻപാകെ പെൻഡിങ് ആയിരിക്കണം, അതായത് ഡിസിഷൻ കിട്ടിയിട്ട് ഉണ്ടായിരിക്കരുത്. അഞ്ചാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഈ രണ്ട് സ്യൂട്ട്സിലും പാർട്ടീസ് സെയിം ടൈറ്റിൽ ക്ലെയിം ചെയ്തിട്ടായിരിക്കണം കേസ് ഫയൽ ചെയ്തിട്ട് ഉണ്ടായിരിക്കേണ്ടത്. സോ എസെൻഷ്യൽസ് എന്തൊക്കെയാന്ന് വെച്ചാൽ രണ്ട് സ്യൂട്ട്സ് ഉണ്ടായിരിക്കണം, ഇവിടെ പാർട്ടീസ് സെയിം ആയിരിക്കണം, സബ്ജക്ട് മാറ്റർ സെയിം ആയിരിക്കണം, ഈ രണ്ട് സ്യൂട്ട്സും ഒരു കോടതിക്ക് മുൻപാകെ പെൻഡിങ് ആയിരിക്കണം, അതുപോലെ തന്നെ രണ്ട് സ്യൂട്ട്സിലും പാർട്ടീസ് ലിറ്റിഗേറ്റ് ചെയ്യുന്നത് സെയിം ടൈറ്റിൽ ക്ലെയിം ചെയ്തിട്ട് കൊണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 10 ഓഫ് CPC ആണ്, അതായത് ഡോക്ട്രിൻ ഓഫ് റെസ് സബ്ജുഡൈസ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.